ഹായ് എവ്രി വൺ, ഞങ്ങളിപ്പോൾ ഇത് ഊർക്കടവാണ് കേട്ടോ. ജിനുവിന് വീട്ടിലിരുന്ന് ബോറടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ചില്ലാവാന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. മഴയൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ വന്നതാണ് കേട്ടോ. ഇവിടെ പുഴയിൽ എന്തൊരു വെള്ളമാണെന്ന് അറിയാം. ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യണ കണ്ടാൽ നമ്മൾ തൊട്ടടുത്താന്ന് തോന്നും കേട്ടോ, പക്ഷേ ഞങ്ങൾ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നല്ല ഫ്ലോ ആണ്, ഡാമൊക്കെ തുറന്നിട്ടിട്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. വെള്ളം കണ്ടിട്ട് സത്യത്തിൽ പേടിയാവുകയാണ് ചെയ്യണത്, കാരണം അത്രയും ഫ്ലോ ആണുള്ളത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരലുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ പാലത്തിലൊക്കെ വെറുതെ വന്ന് നിന്ന് ഇങ്ങനെ നോക്കി പോവും. അതേപോലെ പുഴേൻ്റെ സൈഡ് കൂടെ പോയാൽ അങ്ങോട്ട് താഴത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും ഇവിടുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്, താഴത്തേക്ക് പോകണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അവിടെ മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പാലത്തിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട്, അവിടെ കുറേ ആളുകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ടും വൈബടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് സംഭവം. നമ്മളൊരു വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലോ, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര പേടിയും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഐസ്ക്രീം കണ്ട്, അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി 2 ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച്, അങ്ങനെ നല്ല രസമായിട്ട് ഞങ്ങൾ ഈ ഒരു സൈഡ് പാലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇറങ്ങി പോകാൻ പ്ലാനിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ പോണ ആളുകൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യണ കണ്ടിട്ട് ഉണ്ട് ഇങ്ങനെ നോക്കണേ, ഞങ്ങൾക്ക് തന്നെ മടിയാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ കാണാനൊരു രസമാണ്, കാരണം എന്താ വെച്ചാൽ പുഴ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ പുഴേൻ്റെ അടുത്തെത്തിയപ്പോഴാണ് നല്ല മഴയാണുള്ളത്. അപ്പം മഴ പെയ്തപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ റെയിൻകോട്ട് എടുത്ത് തലയിലിട്ട് കേട്ടോ, കാരണം കുട കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഈ ഒരു മഴത്ത് അവിടെ ഒരാൾ ഒരു വല വീശിയിട്ട് മീൻ പിടിക്കാൻ നോക്കണ്ടേ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്, കാരണം അതൊരു അതിൻ്റെ ആ വല എറിയണത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, അത് എന്താ സംഭവം എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫ്ലോ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെയും ചെക്കന്മാരുണ്ട് ഇങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. മഴ ചെറിയൊരു കുറവുണ്ട് ഇപ്പോൾ. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ അത് നോക്കി നിന്നു കേട്ടോ. നല്ല രസമുണ്ട് മീൻ പിടിക്കുന്നത് കാണാനും പുഴയൊക്കെ നോക്കിക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെയും നല്ല മഴ പെയ്തു കേട്ടോ. ആ ചെക്കന്മാർ അവിടെ ഉണ്ടായിരുന്ന ചെക്കന്മാരൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, കാരണം നല്ല മഴയാണ് കേട്ടോ. ഒരു വിധത്തിൽ ചോരണ മഴയല്ലേ, നല്ല മഴ പെയ്യുന്നുണ്ട്. ക്യാമറയിൽ കാണാഞ്ഞിട്ടാണ്, അടിപൊളി മഴയാണ് പെയ്യുന്നത്. ഇങ്ങനെ റെയിൻകോട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലുണ്ട്, ഭയങ്കര ഒരു ഹാപ്പി ഫീലാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ മീൻ കിട്ടിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഇക്കാൻ്റെ അടുത്ത് പോയി. മീനൊക്കെ ഞങ്ങൾ കവറിലാക്കി കൊണ്ടുപോകണതൊക്കെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ. കാരണം നല്ല രസമല്ലേ, പുഴമീൻ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കറിയൊക്കെ വെച്ച് തിന്നണ ആ ഒരു സന്തോഷമൊക്കെ വേറെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല ഭംഗിയുള്ളൊരു മരമുണ്ട്, അവിടെ ആ മരത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് പുഴയിലൊക്കെ ഒന്ന് വെറുതെ ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പാറൻ്റെ അവിടേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പുഴയൊക്കൊന്നും ഇറങ്ങൂല, പാറൻ്റെ അവിടെയൊക്കെ ഇറങ്ങി വെറുതെ കാലൊക്കെ കഴുകി നല്ല രസമായിട്ട് അവിടെ നിന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. വെള്ളം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പേടിയാവുക, കാരണം ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പാറയൊക്കെ ഫുള്ളായിട്ട് കാണുന്നു കേട്ടോ, കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പോൾ ഫുള്ള് ഡാമൊക്കെ ഫുള്ള് തുറന്നിട്ടിരിക്കുകയാണ്, മഴ ആയിട്ട് ഫുള്ള് തുറന്നിട്ടിട്ട് നല്ല ഫ്ലോ ആണ് വെള്ളമുള്ളത്. അങ്ങനെ ജിനുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ, കാരണം എന്താ വെച്ചാൽ വെറുതെ വീട്ടിൽ ബോറടിച്ച് കുത്തിരിക്കില്ലേനോ. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ രണ്ടാളും അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത്, കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത്. ഒരു യാത്ര പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമുണ്ട്. നമ്മുടെ മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. എത്ര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് പുറത്ത് പോവുക, ഒന്ന് ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണുക, അല്ലെങ്കിൽ ദൂരയാത്ര തന്നെ പറയണില്ല, നമ്മളെ ചുറ്റുമുള്ള ഭംഗിയുള്ള പ്രദേശത്തൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് പോയിരുന്ന് കുറച്ച് നേരം അവിടെ ഒന്ന് സമയം ചിലവഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മനസ്സിനൊക്കെ നല്ലൊരു റിലാക്സാണ് കിട്ടുക, നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടാളും വൈകുന്നേരമാണ് കേട്ടോ പോയത്, കാരണം ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനായി ആകെ ഇരുട്ടായി വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും അവിടുന്ന് വേഗം പോകുന്നു. അവിടെ തന്നെയുള്ള ഒരു ചായക്കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം മഴയൊക്കെ അല്ലേ, നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ അവിടെ നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ് കേട്ടുള്ളത്. അവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പ്ലേറ്റ് കപ്പ ബിരിയാണിയൊക്കെ വാങ്ങി ചായ ഒക്കെ കുടിച്ച്. കപ്പ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഊർക്കടവൊക്കെ വരുന്നവർ അവിടെയൊക്കെ പോയി കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചോളി കേട്ടോ.